എന്നോട് നമ്മുടെ കടയിൽ വന്നൊരു ചേട്ടൻ ചോദിക്കണേ, എന്തിനാണ് നീ ചുണ്ടും കുരിനെയൊക്കെ പിടിച്ച് ഫിഷ് ടാങ്കിൽ ഇടണേ? സംഭവം ശരി തന്നെയാണ്. കൂരിക്ക് ഭയങ്കര വില കുറവാണ് ഈയിടെയായിട്ട്. അതായത് 80 രൂപ മുതൽ മാക്സിമം പോയിണ്ടെങ്കിൽ 180 രൂപ വേണ്ട കൂരിയുടെ വില എന്ന് പറഞ്ഞാൽ. പക്ഷേ ഈയിടെയായിട്ട് നമ്മുടെ മീൻ പിടിക്കുന്ന ചേട്ടന്മാർക്ക് കൂരി കിട്ടുന്നതിന് കയ്യും കണക്കില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ നമ്മുടെ ചെമ്പല്ലി, കാളാഞ്ചി കരിമീൻ അല്ലെങ്കിൽ പ്രായലി, കണമ്പൊക്കെ പോലെ ഡിമാൻഡ് അങ്ങനെ ഇല്ലാത്തൊരു മീനാണ് ഈ കൂരി എന്ന് പറഞ്ഞത്. അതായത് പല ചേട്ടന്മാരായിട്ട് 10-30 കിലോ കൂരിയൊക്കെ ഒരു ദിവസം തന്നെ കൊണ്ടുവരുമ്പോൾ ആ ദിവസം തന്നെ എല്ലാം കൂടി വിറ്റ് പോകാനായിട്ട് ഇത്തിരി പാടായിരിക്കും. പിന്നെ ഈ കൂരിയുടെ ആവശ്യക്കാരെന്ന് പറഞ്ഞാൽ ഞണ്ടിനെ പിടിക്കാനായിട്ട് റിങ്ങും ഞണ്ടാരേക്ക് ഇടുന്ന ചേട്ടന്മാരാണ്. പുഴയിൽ ഞണ്ടിന്റെ അവൈലബിലിറ്റി ഇത്തിരി കുറഞ്ഞോണ്ട് തന്നെ അവർക്കും ഇത് വേണ്ടാത്ത അവസ്ഥ. പക്ഷേ മീൻപിടുത്തക്കാർ മറ്റു മീനുകളെ പ്രതീക്ഷിച്ചിട്ട് വലയിടുമ്പോൾ വലയിൽ വന്ന് കുരുങ്ങണം ഭൂരിഭാഗം മീനും ഈ കൂരി തന്നെയാണ്. അവർക്കും അന്നാന്ന് കിട്ടണം ആ മീൻ വിറ്റിട്ട് തന്നെ വേണം വീട്ടിലോട്ട് അരി വാങ്ങിക്കാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരമായിട്ട് മീൻ കൊണ്ടുവന്ന് തരുന്ന ചേട്ടന്മാർ എന്ത് മീൻ കൊണ്ടുവന്നാലും നമ്മൾ കൈയോടെ പൈസ കൊടുത്ത് വാങ്ങിക്കാറുണ്ട്. കുറെയൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതിനും വില കുറച്ച് പല പല മാർക്കറ്റുകളിലോട്ട് കൊടുത്തയക്കാറുണ്ട്. അപ്പോഴാണ് ഈ ഒരു ബുദ്ധി തോന്നി. കൂരിയാവുമ്പോൾ ഒരു പ്രശ്നമില്ലാതെ നമ്മുടെ ഫിഷ് ടാങ്കിൽ ദിവസങ്ങളോളം കിടന്നോളൂ. ആവശ്യക്കാർക്ക് ലൈവായിട്ട് തന്നെ പിടിച്ചു കൊടുക്കാനും പറ്റും.